ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിഷുവിന് നമ്മൾ നെയ്യപ്പം ഉണ്ണിയപ്പം ഉണ്ടാക്കാത്ത ആൾക്കാർ വളരെ ചുരുക്കമുള്ളൂ കേട്ടോ. അപ്പോൾ അവർക്കാണ് ഈ വീഡിയോ. സോഫ്റ്റ് നെയ്യപ്പം ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഉണ്ണിയപ്പം അധികം ഉണ്ടാക്കാറില്ല, എനിക്കിഷ്ടമല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര നേരം ഉണ്ണിയപ്പം മറിച്ചിട്ടിരിക്കണ്ടേ. ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിയും കേട്ടോ നെയ്യപ്പം ഉണ്ടാക്കൽ. അപ്പോൾ അതിനായിട്ട് 240 ml കപ്പിൽ 3 കപ്പ് അരിയും 1/2 കിലോ ശർക്കരയാണ് ഞാൻ എടുക്കുന്നത്. ഇതൊരു 6 മണിക്കൂറോളം അല്ലെങ്കിൽ 5 മണിക്കൂറോ 6 മണിക്കൂറോ, അതിനിപ്പോൾ 1 മണിക്കൂർ കൂടിയെന്ന് വെച്ചിട്ട് നെയ്യപ്പം നാശമായി പോകുന്നില്ല കേട്ടോ. വെള്ളത്തിലിട്ട് വെച്ച് കഴുകി നല്ലോണം കഴുകിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതായിരിക്കുള്ള ശർക്കരയാണ് കേട്ടോ. അപ്പോൾ ഏത് കപ്പിലാണോ അരി എടുത്ത് ആ കപ്പിൽ 1/4 കപ്പ് വെള്ളം. ഒരു പുട്ട് കൂടിയാലും കുഴപ്പമില്ല. ഇനി അരി കാണാം കേട്ടോ. അരി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്നും പാടില്ല കേട്ടോ. നമ്മൾ ശർക്കരപ്പാനിലാണ് അത് അരയ്ക്കണത്. നമ്മൾ ഒറിജിനൽ നെയ്യപ്പം എന്ന് പറയണത് 2ാമത്തെ ദിവസം ആകുമ്പോഴേക്കും അത് നല്ല ടൈറ്റ് ആയിരിക്കും കേട്ടോ. ഒരു നെയ്യപ്പം കഴിക്കുമ്പോൾ നമുക്ക് ആവശ്യതയും എന്താ വെച്ചാൽ വായയിൽ നിന്ന് നല്ല കഴച്ചിട്ടേ. പക്ഷേ ഈ നെയ്യപ്പത്തിന് അങ്ങനെയില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും. എന്നാൽ സോഡാപ്പൊടിയോ അങ്ങനെയൊന്നും കൂട്ടില്ല കേട്ടോ. ഇത് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. പിന്നെ ചെറിയ തരിയോടുകൂടി വേണം കേട്ടോ. അത് കുറേ തരി വേണ്ട, ചെറുതായിട്ട് മതി തരി. ഇത് അരച്ചിട്ട് വരാം. ഇതിലേക്കുള്ള ഏലക്കായ ഒരു 6 ഏലക്കായ ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ ഉപ്പ്. ജീരകം ഇപ്പം ചേർക്കുന്നതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് കൂടിയതായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് അരച്ചിട്ട് വരാം. ഇനി ഒരു പ്രാവശ്യം കൊണ്ടുണ്ട്, അതുകൊണ്ട് ഇറക്കട്ടോ. ഇനി ഏത് കപ്പിലാണോ അരി എടുത്ത് ആ കപ്പിൽ തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടി. ഞാൻ ഇതിൽ മൈദ കൂട്ടണില്ലേ, ഗോതമ്പ് പൊടിയാണ് ഇട്ടെടുക്കുന്നത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് 6 മണിക്കൂർ, ഇങ്ങനെ 8 മണിക്കൂറൊന്നും വെക്കില്ലേ, 6 മണിക്കൂർ വയ്ക്കുന്നു. നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോഴേ ചെയ്യണം കേട്ടോ അത്, എന്നാലാണ് 6 മണിക്കൂർ ആകുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് വരുള്ളൂ. പിന്നെ അടച്ച് വെച്ചിട്ട് 6 മണിക്കൂർ കഴിയുമ്പോൾ നോക്കാം. അപ്പോൾ ഇത് 6 മണിക്കൂറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് എന്താ ചേർക്കണം നോക്കിയാലോ. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 3 പാളയംകോടൻ പഴം ഇട്ടെടുത്തേക്കുന്നത്. ഞങ്ങളിവിടെ പാളയംകോടൻ പഴം എന്ന് പറയും. 2 എണ്ണം എടുക്കുന്നത് കേട്ടോ. അതിലത്തെ 2 എണ്ണം. അപ്പോൾ അത് ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടല്ലേ ചോദിക്കും. ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടം എങ്ങനെയല്ല, ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടെന്ന് വെച്ചാൽ മൊത്തം അരച്ച് വയ്ക്കും. ഇത് ഇപ്പോൾ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വയ്ക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ഉണ്ടാക്കും. ഒന്ന് മിക്സ് ആവാനായിട്ട് 15 മിനിറ്റ് നല്ലോണം അരച്ചിട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇതൊന്ന് മിക്സ് ആക്കി നല്ലോണം അടിച്ചു കൊടുക്കാം കേട്ടോ. വേണമെന്ന് മിക്സായി വരുള്ളൂ. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ. പ്രത്യേകിച്ച് സോഡാപ്പൊടി ഇട്ടിട്ട് ഇതിനെ വയറ് കേടാക്കണം. ഇത് കഴിച്ചാൽ മതി. നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം പോരായി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണല്ലോ അത് ഉരുക്കിയെടുത്തത്. അതെന്തായാലും മുഴുവനും വേണ്ടി വരും. നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. നെയ്യിലേക്ക് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് എടുക്കട്ടെ, ഒരു 15 മിനിറ്റ് നേരം. ഇനി ഇതുണ്ടാക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ 1/4 ടീസ്പൂൺ എള്ള് കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യിൽ വറുത്ത നാളികേരം ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ. കുറേ നാളികേരം ഇടണ്ട, 2 ടേബിൾ സ്പൂണൊക്കെ ഇട്ടാൽ മതി. ഇനി ഇത് ഇപ്പം തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പം അറിയാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക. അടിപൊളി നെയ്യപ്പം തന്നെ കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഒരു നെയ്യപ്പാണല്ലോ, അപ്പോൾ എന്താ മുന്നിൽ വേണ്ട, നെയ്യ് തന്നെ വേണം. അപ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ആദ്യം ഒഴിച്ചിട്ടുണ്ട്. ഇനി ചട്ടിയിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. നെയ്യപ്പം ഉണ്ടാക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. എൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അവർ എന്നോട് ചോദിക്കും, നെയ്യപ്പം നിനക്ക് ഉണ്ടാക്കാൻ അറിയുമെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറയും ഉണ്ടാക്കാൻ അറിയുമ്പോൾ അവർക്ക് അതിശയമാണ്, അവർക്കൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് കൂടി അവർക്കത് മനസ്സിലാവണില്ല. അങ്ങനെ പൊന്തി വരും കേട്ടോ. എപ്പോഴും നെയ്യപ്പത്തിന് നടുഭാഗം പൊന്തിയിട്ട് സൈഡ് ഭാഗം താന്നിരിക്കണം. അതാണ് നെയ്യപ്പം.
മൊത്തത്തിൽ ബോള് പോലെ വന്നാൽ അത് കാണാൻ ഭംഗി ഉണ്ടാവില്ല കേട്ടോ. കണ്ടോ, കറക്റ്റ് എൻ്റെ ഫസ്റ്റത്തെ നെയ്യപ്പം കേട്ടോ അത്. അല്ലാണ്ട് രണ്ടാമത് മൂന്നാമത് ഉണ്ടാക്കിയിട്ട് നാലാമത് കാണിക്കണ നെയ്യപ്പല്ല, ഫസ്റ്റത്തെ നെയ്യപ്പം. അതുപോലെ തന്നെ എൻ്റേതായ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ, അവരും എന്നോട് ചോദിക്കും നെയ്യപ്പം ഉണ്ടാക്കാൻ അറിയുന്നവൻ പറയുമ്പോൾ അവർക്ക് അതിശയമാണ് കേട്ടോ. അത് ഞാൻ ആദ്യമേ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അതിൽ നിന്ന് കിട്ടിയതാണ്ടേക്ക്. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് അതുപോലെ നമ്മൾ ഉണ്ടാക്കാതെ നമ്മളുടെ ഒരു ഐഡിയ വെച്ചിട്ട് കുറച്ചൊക്കെ ഒന്ന് വ്യത്യാസമാക്കട്ടെ, അപ്പോഴാണ് നമ്മൾക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. കണ്ടോ, ഇപ്പം അതായിട്ടുണ്ട്. എടുക്കാം നല്ല ഭംഗിയിൽ കാണാനായിട്ട്. കണ്ടോ, സൈഡ് താന്നിരിക്കണം, നടുഭാഗം പൊന്തിയിരിക്കണം. ഇതുപോലെ എല്ലാതും അങ്ങോട്ട് ഉണ്ടാക്കാം. ഇതിപ്പോൾ 3-4 ദിവസം വെച്ചാലും ഒരു പ്രശ്നമില്ല. പിന്നെ ഇവിടെ എൻ്റെ അടുത്ത് ഒരമ്മമ്മ ഉണ്ട് കേട്ടോ, അതിന് ഞാൻ കൊണ്ടുകൊടുക്കും. ആൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന നെയ്യപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഞാൻ എന്തുണ്ടാക്കിയാലും അതിശയം, അമ്മ അങ്ങനെ ഉണ്ടാക്കുമോ ഇങ്ങനെ ഉണ്ടാക്കുമോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അവർ ഇങ്ങനെ ചോറും കറിയും മാത്രം അങ്ങനെയാണ് അവരുണ്ടാക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.